ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, ഈ ശുശ്രൂഷയിൽ കൂടി വന്നിരിക്കുന്ന തങ്ങളുടെ ഭവനങ്ങളിൽ സൂമിൽ ആയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നിങ്ങളോടൊരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ ഒരിക്കൽ കൂടെ ലഭിച്ചതായ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ അവസരം നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ ബൈബിളിലൂടെ ഒന്ന് ഓടിച്ച് ചിന്തിച്ച് നാം പോരുകയായിരുന്നു. ഞാനിന്ന് പുതിയ നിയമം എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിലെ പുസ്തകങ്ങളിലൂടെ നാം ഒന്ന് ഓടി യാത്ര ചെയ്തു. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിൽ എന്തെല്ലാമാണ് സംഭവിച്ചത്, ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, യഹൂദനെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു, പുതിയ നിയമത്തിന് വേണ്ടി കർത്താവിൻ്റെ ജനനത്തിനും സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിനും വേണ്ടി ഈ കാലയളവിൽ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്നീ കാര്യങ്ങളെല്ലാം ചുരുക്കമായി നാം ഒന്ന് ചിന്തിക്കുകയുണ്ടായി. അതിന് 4 ക്ലാസ്സുകളോളം നാം അതിനു വേണ്ടി എടുത്തു. വീണ്ടും ഇന്ന് ഞാൻ പുതിയ നിയമത്തിലൂടെ ഒന്ന് അതിവേഗം ഓടി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണുള്ളത്. ഏതാണ്ട് 9ഓളം വ്യത്യസ്തരായ വ്യക്തികളാൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. പുതിയ നിയമ പുസ്തകങ്ങളെ 4 ഭാഗങ്ങളായി നമുക്ക് തിരിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന് ചരിത്ര പുസ്തകങ്ങളാണ്. അത് 5 പുസ്തകങ്ങളുള്ളത്. ചരിത്ര പുസ്തകങ്ങളിൽ 5 പുസ്തകങ്ങളാണുള്ളത്. 4 സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തിയും. ഇങ്ങനെ 5 ചരിത്ര പുസ്തകങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രമാണ് 4 സുവിശേഷങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ വ്യാപന വൃത്താന്തമാണ്. സുവിശേഷം പ്രചരിക്കുന്നതും സഭയുടെ ആരംഭവും സഭയുടെ വളർച്ചയും ആണ് നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം കാണുന്നത്. പുതിയ നിയമത്തിൽ ചരിത്ര പുസ്തകങ്ങൾ 5 എണ്ണം, 4 സുവിശേഷങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി, ഇങ്ങനെ 5 പുസ്തകങ്ങൾ. സുവിശേഷങ്ങളിൽ 4 സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രമാണ്. 4 വ്യത്യസ്തമായ വീക്ഷണങ്ങളിൽ നിന്നുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, പുതിയ നിയമ പുസ്തകങ്ങളെ പ്രധാനമായിട്ടും 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. 1 ചരിത്ര പുസ്തകങ്ങൾ, 2 സഭകൾക്കുള്ള 9 ലേഖനങ്ങൾ. സഭകൾക്കുള്ള 9 ലേഖനങ്ങൾ, സഭകൾക്ക് വേണ്ട ഉപദേശങ്ങളും പ്രോത്സാഹനങ്ങളുമാണ് ഈ ലേഖനങ്ങൾ നൽകുന്നത്. 3-ാമത്തെ ഭാഗം സഭാ ശുശ്രൂഷകൾക്കുള്ള വ്യക്തികൾക്ക്, സഭാ ശുശ്രൂഷകരായിട്ടുള്ള വ്യക്തികൾക്കുള്ള 4 ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ സഭകൾക്ക് നേതൃത്വം നൽകുന്നവർ. ഓരോ സഭകൾ, കൂട്ടായ്മകൾ, അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവരുണ്ട്.
നേതൃത്വം നൽകുന്നവർ ശ്രദ്ധയോടും വിശ്വസ്തയോടും നല്ല സമർപ്പണത്തോടും കൂടെ നിന്ന് അവരുടെ ശുശ്രൂഷ നിറവേറ്റുവാനുള്ള പ്രബോധനങ്ങളാണ് സഭാ ശുശ്രൂഷകന്മാർക്കുള്ള ലേഖനങ്ങളിൽ, ഇടയലേഖനങ്ങൾ എന്ന് പറയുന്നുണ്ട്, ഇടയലേഖനങ്ങളിൽ നാം കാണുന്നത്. നാലാമത്തെ വിഭാഗം പൊതുലേഖനങ്ങളാണ്. 9 പൊതുലേഖനങ്ങളുണ്ട്. ഞാൻ ഒന്നുകൂടെ വിശദമാക്കിക്കൊള്ളാം, പെട്ടെന്ന് ഒന്ന് പറയുന്നേ ഉള്ളൂ. 9 പൊതുലേഖനങ്ങളുണ്ട്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്ന, നൂറ്റാണ്ടുകളിൽ വലിയ പീഡനങ്ങളും ഉപദ്രവങ്ങളും എല്ലാമാണ് സഭകൾക്ക് നേരിടേണ്ടി വന്നത്, വിശ്വാസികൾക്ക് നേരിടേണ്ടി വന്നത്. അങ്ങനെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നതായ വിശ്വാസികളെ ധൈര്യപ്പെടുത്തുന്നതിനും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രിസ്തീയ ജീവിതാനുഭവങ്ങളിൽ വളർന്ന് പക്വത പ്രാപിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവ എഴുതപ്പെട്ടത്. വെളിപ്പാട് പുസ്തകവും ഈ ഗണത്തിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ 4 ഭാഗങ്ങളായി പുതിയ നിയമപുസ്തകങ്ങളെ തിരിക്കാം. 1 ചരിത്ര പുസ്തകങ്ങൾ, 2 സഭകൾക്കുള്ള ലേഖനങ്ങൾ, 3 സഭാ ശുശ്രൂഷകന്മാർക്കുള്ള ലേഖനങ്ങൾ, ഇടയലേഖനങ്ങൾ, 4 പൊതുലേഖനങ്ങൾ. ഇങ്ങനെ 4 ഭാഗങ്ങളായി പുതിയ നിയമത്തെ തിരിക്കാം. ഇനി നമുക്ക് സുവിശേഷങ്ങളിലേക്ക് വരാം. സുവിശേഷങ്ങളിൽ ഞാൻ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രമാണ് സുവിശേഷങ്ങളിൽ നാം കാണുന്നത്. പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനം ഈ പുസ്തകങ്ങളിലാണ് നാം കാണുന്നത്. ഈ ചരിത്ര പുസ്തകങ്ങളിലാണ് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനം നാം കാണുന്നത്. അതിൽ ആദ്യത്തെ 4 സുവിശേഷങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം 4 വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളിൽ നിന്നുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു വസ്തുവിനെ 4 വ്യക്തികൾ 4 വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളിൽ നിന്നുകൊണ്ട് കാണുമ്പോൾ ചിലപ്പോൾ ചില ഭാഗങ്ങൾ, ഇപ്പോൾ തന്നെ നമ്മൾ ഉദാഹരണം പറയാറുണ്ടല്ലോ, ഒരു ആനയെ നാം കാണുമ്പോൾ അതിൻ്റെ പുറകിൽ നിന്ന് കാണുന്നവരുണ്ട്, ആനയുടെ ഒരു വശത്ത് നിന്ന് കാണുന്നവരുണ്ട്, ആനയുടെ മുൻപിൽ നിന്ന് കാണുന്നവരുണ്ട്. അങ്ങനെ ആനയെ കാണുന്നവരെല്ലാം കാണുന്നത് ആനയെ തന്നെയാണ്. പക്ഷേ ഓരോ വീക്ഷണങ്ങളിലാണ്, അവരുടെ വീക്ഷണം ഓരോ വശങ്ങളിൽ നിന്നുകൊണ്ടാണ്. അവർ കാണുന്ന വശം അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നു. അങ്ങനെ 4 വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം എഴുതുകയാണ്. ഒരു കാര്യം തന്നെ, അവരവരുടെ വീക്ഷണങ്ങളിൽ 4 വീക്ഷണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 സുവിശേഷങ്ങളെ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. സിനോപ്റ്റിക് ഗോസ്പൽസ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സമവീക്ഷണ സുവിശേഷങ്ങളാണ് സിനോപ്റ്റിക് ഗോസ്പൽ. യോഹന്നാൻ്റെ സുവിശേഷം അല്പം വേറിട്ട് നിൽക്കുന്നു. മറ്റ് സുവിശേഷങ്ങളിൽ കാണാത്ത പല കാര്യങ്ങളും നാം യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അല്പം വ്യത്യസ്തമായ ഒരു വീക്ഷണത്തിലാണ് നാം അത് കാണുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ, മത്തായി സുവിശേഷം എഴുതുന്നത് യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ്. യഹൂദന്മാരായ ക്രിസ്ത്യാനികൾ, അവരെയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വീക്ഷണത്തിലാണ് യേശുക്രിസ്തുവിനെ യഹൂദന്മാരായ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിനെ രാജാവായിട്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യേശുക്രിസ്തുവിനെ
രാജാവായി മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ഒരു ദാസനായിട്ടാണ് നാം കാണുന്നത്. മത്തായി ഒരു യഹൂദനായിരുന്നു. യഹൂദന്മാരായ വായനക്കാർക്കായിട്ട് എഴുതി. മാത്രമല്ല, യഹൂദന്മാർ ഉപയോഗിക്കുന്ന പഴയ നിയമ പുസ്തകമുണ്ട്. പഴയ നിയമം. ആ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് പഴയ നിയമ ഉദ്ധരണികൾ എടുത്ത് യഹൂദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥമായ പഴയ നിയമം, വേദപുസ്തകമായ പഴയ നിയമം, അതിൻ്റെ ഉദ്ധരണികളെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, പുനരുത്ഥാനം എന്നിവയെല്ലാം മുൻ എഴുതിയവയുടെ നിവൃത്തിയായിരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ സമർത്ഥിക്കുകയാണ്. റോമൻ ചിന്താഗതി പുലർത്തിയിരുന്നവർക്ക് വേണ്ടിയിട്ടാണ് മർക്കോസ് സുവിശേഷം എഴുതുന്നത്. ഈ മത്തായിയുടെയും മലാഖിയുടെയും ഇടയിലുള്ള ആ സമയത്ത് റോമൻ ഭരണം, അതിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. അങ്ങനെ റോമക്കാരോട് ഭക്തിയുള്ള റോമൻ ചിന്താഗതി പുലർത്തിയിരുന്നവർക്ക് വേണ്ടിയാണ് മർക്കോസ് സുവിശേഷം എഴുതിയത്. അവിടെ ഒരു ദാസനായിട്ടാണ് യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്. മനുഷ്യരുടെ സകല ശാരീരികവും ആത്മീയവുമായ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തുകൊണ്ട് മരിക്കുന്നത് വരെ ജീവിക്കുന്ന യേശുവിനെ വരച്ചു കാട്ടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യവനരുടെ ചിന്താഗതിയാണ് ഗ്രീക്കുകാർ. ഗ്രീക്ക് ഭരണവും സാമ്രാജ്യവും അവരുടെ സ്വാധീനവുമെല്ലാം, ഭാഷയുടെ സ്വാധീനവും യവന സംസ്കാരവുമെല്ലാം നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. അപ്പോൾ അതിനോട് അനുകൂലപ്പെട്ടതായ ചിന്താഗതി പുലർത്തിക്കൊണ്ടിരുന്നതായ ആളുകളുണ്ട് ആ കാലയളവിൽ. അപ്പോൾ ഗ്രീക്ക് ചിന്താഗതിയിൽ, യവന ചിന്താഗതിയിൽ ആണ് ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സമ്പൂർണമായ മനുഷ്യത്വത്തിൽ ക്രിസ്തുവിനെ വരച്ചു കാട്ടുകയാണ്. പൂർണ്ണ മനുഷ്യനായി യേശു ക്രിസ്തുവിനെ വരച്ചു കാട്ടുന്നു. ലൂക്കോസ് ഒരു ഡോക്ടറായിരുന്നു, വൈദ്യനായിരുന്നു. ഒരു വൈദ്യനായിരുന്നതിനാൽ ഒരു ഡോക്ടർക്ക് മാത്രം കാണാവുന്ന വിധത്തിൽ യേശുക്രിസ്തുവിൻ്റെ മാനുഷിക വശം ലൂക്കോസ് എടുത്തു കാട്ടുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ ദൈവത്വത്തെയാണ് കാണുന്നത്. ദൈവപുത്രനായ ക്രിസ്തു, അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ ദൈവത്വത്തെയാണ് യോഹന്നാൻ വരച്ചു കാട്ടുന്നത്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ വേലകളിൽ ചെയ്തതായ 7 അടയാളങ്ങൾ, അതിശയ പ്രവൃത്തികൾ, ഇതെല്ലാം പ്രസക്തമായവ തിരഞ്ഞെടുത്ത് വളരെ കാലക്രമത്തിൽ അടുക്കോടും ചിട്ടയോടും കൂടെ വളരെ ശ്രദ്ധാപൂർവം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നിരത്തി വെച്ച് അവയിലൂടെ ലഭിക്കുന്നതായ സന്ദേശം എന്താണ് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുകയാണ്. 4 സുവിശേഷങ്ങളും അതാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ആരാണ്? രാജാവ്. വംശാവലിയുണ്ട്. കാരണം രാജാവിന് വംശാവലിയുണ്ട്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ വംശാവലി കാണുന്നുണ്ട്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ഒരു ദാസനായിട്ടാണ് ചിത്രീകരിക്കുന്നത്, വരച്ചു കാട്ടുന്നത്. ഒരു ദാസനായി യേശുക്രിസ്തുവിനെ കുറിച്ച് വരച്ചു കാണിക്കുന്നു. ദാസന് വംശാവലി എഴുതാൻ ആരുണ്ട്? പ്രത്യേകിച്ച് വംശാവലിയൊന്നുമില്ല. അതുകൊണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വംശാവലി കാണുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പൂർണ്ണ മനുഷ്യനാണ്, വംശാവലിയുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വംശാവലി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ
ദൈവപുത്രനായ ക്രിസ്തു. ദൈവത്തിന് വംശാവലി എഴുതാൻ ഏത് മനുഷ്യൻ കഴിയും? വംശാവലി ഇല്ല. അപ്പോൾ ഇത്ര ഓർക്കുക, മത്തായിയിൽ രാജാവ്, മർക്കോസിൽ ദാസൻ, ലൂക്കോസിൽ പൂർണ്ണ മനുഷ്യൻ, യോഹന്നാനിൽ ദൈവപുത്രനായ ക്രിസ്തു. ഇങ്ങനെ 4 വീക്ഷണങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം 4 സുവിശേഷങ്ങളിൽ നാം കാണുന്നു. ഈ ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ നാം കാണുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം ക്രമമായി ഒരു ഓർഡറിൽ എഴുതുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം, അവിടെ മുന്നോടിയായി കർത്താവിന് വഴിയൊരുക്കുവാൻ വന്നതായ യോഹന്നാൻ സ്നാപകൻ്റെ ജനനം മുതൽ തുടങ്ങി യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മാലാഖ അറിയിപ്പ് കൊടുക്കുന്നത് തുടങ്ങി യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ജനന സമയത്ത് ആട്ടിടയന്മാർ വന്ന് ക്രിസ്തുവിനെ നമസ്കരിക്കുന്നത്, അങ്ങനെ ക്രമമായി അതെങ്ങനെയായിരുന്നു, യേശുക്രിസ്തുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു, അക്കാര്യങ്ങൾ എഴുതി. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകനാൽ യോർദാൻ നദിയിൽ സ്നാനമേൽക്കുന്നു. അത് കഴിഞ്ഞ് സംഭവിക്കുന്നു, സ്നാനമേറ്റ് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തുന്നു. പിശാചിനാൽ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്നു. വീണ്ടും വന്ന് യെരുശലേമിൽ കർത്താവ് തൻ്റെ പ്രവർത്തനം, പരസ്യ ശുശ്രൂഷ വേല ആരംഭിക്കുന്നു. നിക്കോദിമോസ് കർത്താവിൻ്റെ അടുക്കൽ വരുന്നു. വീണ്ടും ജനനത്തെക്കുറിച്ചുള്ളതായ ഉപദേശം നിക്കോദിമോസിന് കൊടുക്കുന്നു. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലും ക്രമമായി, അടുക്കോടും ചുറ്റിയോടും കൂടെ ക്രമമായിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ ചരിത്രം പറയുന്നത്. ശമരിയക്കാരി സ്ത്രീയോട് സുവിശേഷം പറയുന്നു. ശമരിയർ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കർത്താവിൻ്റെ അടുക്കൽ വരുവാനായിട്ട് അത് ഇടയാകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം ബേത്ലഹേമിലുള്ളതായ ആളുകൾ, യെരുശലേമിലുള്ളതായ ആളുകൾ, നസറേത്തിലുള്ളതായ ആളുകൾ ക്രിസ്തുവിനെ നിഷേധിക്കുകയാണ്, അവനെ തള്ളിക്കളയുന്നു. വീണ്ടും കർത്താവ് 12 പേരെ തനിക്ക് ശിഷ്യന്മാരായി 12 പേരെ ഗലീലയിൽ നിന്നും 12 പേരെ തൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുക്കുന്നു. കർത്താവ് പല ഉപമകൾ പറയുന്നു, പല അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരവസരത്തിൽ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, ജനം എന്നെക്കുറിച്ച് പലതും പറയുന്നുണ്ട്, പ്രവാചകനെന്ന് പറയുന്നു, ഏലിയാവെന്ന് പറയുന്നു, പക്ഷേ നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ പറയുന്നത്? പത്രോസിന് വെളിപ്പാട് കിട്ടുന്നു. ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്നുള്ളതായ പത്രോസിൻ്റെ സാക്ഷ്യം. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ശിഷ്യന്മാരിൽ 3 പേരെയും കൂട്ടിക്കൊണ്ട് മറുരൂപമലയിൽ ആ കർത്താവ് മറുരൂപപ്പെടുന്നതായ കാര്യങ്ങൾ, വീണ്ടും മലയിൽ നിന്ന് ഇറങ്ങി വരുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നു. ബേഥാനിയിൽ
ലാസർ രോഗിയായെന്നറിഞ്ഞ് പോകാതിരിക്കുന്നു. വീണ്ടും മരിച്ച് 4 ദിനം കഴിഞ്ഞു. യേശു ബേഥാനിയിൽ ലാസറിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ലാസറിനെ ഉയർപ്പിക്കുന്നു. പല കാര്യങ്ങളും കർത്താവ് ജനത്തോട് പറയുന്നു, ഉപദേശിക്കുന്നു. ഉപദേശങ്ങളായി, ഉപമകളായി, അത്ഭുതങ്ങളായി, അടയാളങ്ങളായി പ്രവർത്തിക്കുന്നു. വീണ്ടും കർത്താവ് യെരുശലേമിലേക്ക് പോകുന്ന യെരിഹോവിൻ്റെ തെരുവിൽ വെച്ച് സക്കായി മാനസാന്തരപ്പെടുന്നു. കർത്താവ് യെരുശലേമിലേക്ക് ചെന്ന് ഒരു കഴുതയുടെ മേൽ വാഹനമേറി യെരുശലേം ദൈവാലയത്തിലേക്ക് രാജാവായി എഴുന്നള്ളുന്നു. യെരുശലേം ദൈവാലയം ശുദ്ധീകരിക്കുന്നു. പെസഹ പെരുന്നാളെത്തി ശിഷ്യന്മാരോടുകൂടെ അന്ത്യ അത്താഴം കഴിക്കുന്നു. കർത്തൃമേശ സ്ഥാപിക്കുന്നു. അന്ത്യ അത്താഴം. അന്ന് രാത്രിയിൽ ഗത്സമനയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. കർത്താവ് പിടിക്കപ്പെടുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു. യൂദാ ഒറ്റിക്കൊടുക്കുന്നു. കർത്താവ് പിടിക്കപ്പെടുന്നു. യൂദായുടെ ഒറ്റിക്കൊടുക്കൽ. അന്ന് രാത്രിയിലും പിറ്റേന്നുമായി 4 കോടതികളിലായി 7 പ്രാവശ്യം കർത്താവിനെ മാറി മാറി വിസ്തരിക്കുന്നു. വിസ്താരവേളകളിൽ ഒരിക്കൽ മഹാപുരോഹിതനെ നടുമുറ്റത്ത് വെച്ച് പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്നു. പീലാത്തോസ് കുറ്റമൊന്നും കണ്ടെത്തിയില്ല. ജനത്തെ തൃപ്തിപ്പെടുത്തേണ്ടതിന് വേണ്ടി, തൻ്റെ സ്ഥാനം നിലനിർത്തേണ്ടതിന് വേണ്ടി ഗവർണറായിരുന്ന പീലാത്തോസ് അവനെ ക്രൂശിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. 2 കള്ളന്മാരുടെ മധ്യത്തിൽ കർത്താവിനെ ക്രൂശിക്കുന്നു. അരിമത്യക്കാരൻ യോസേഫും നിക്കോദിമോസും കൂടെ വന്ന് ക്രിസ്തുവിൻ്റെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കുന്നു. യോസേഫിൻ്റെ കല്ലറയിൽ അടക്കുന്നു. 3-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു. കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് സുവിശേഷങ്ങളിൽ ക്രമമായി നാം കാണുന്നത്. 4 വ്യത്യസ്തമായ വീക്ഷണങ്ങളിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം, ജനനം, ശുശ്രൂഷ, മരണം, ഉയർപ്പ്, ഇത്രയും കാര്യങ്ങൾ നാം കാണുന്നു. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം വരുമ്പോൾ 4 സുവിശേഷങ്ങളെന്ന് ഓടിച്ചധികം മുന്നോട്ട് പോയി. അപ്പോസ്തല പ്രവൃത്തികൾ ചരിത്ര പുസ്തകമാണ്. പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളിൽ 5-ാമത്തെ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ഈ സുവിശേഷത്തിൻ്റെ തുടർച്ച എന്ന വണ്ണം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടെ പഴയ നിയമ സുവിശേഷം ചരിത്രം അവസാനിക്കുന്നു. സുവിശേഷത്തിൻ്റെ തുടർച്ച എന്ന വണ്ണം അതങ്ങ് തുടർന്നു വരികയാണ് ചരിത്രം. യേശുക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിലാണ് അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ അവസാന വാക്കുകൾ, ശ്രേഷ്ഠ നിയോഗം, നിങ്ങൾ പുറപ്പെട്ട് എല്ലാവരോടും സുവിശേഷം അറിയിക്കുക എന്നുള്ള കർത്താവിൻ്റെ അന്തിമ വാക്കുകൾ കാര്യമായിട്ടെടുത്ത, അത് ശിരസാ വഹിച്ച സ്ത്രീ പുരുഷന്മാർ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും അതെത്തിക്കുവാൻ പോകുന്നതായ ചരിത്രമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ നാം കാണുന്നത്. കർത്താവിൻ്റെ കൽപ്പന അത് ശിരസാ വഹിച്ചുകൊണ്ട്. എന്താണ് അന്ത്യകൽപ്പന? നിങ്ങൾ പുറപ്പെട്ട് ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുവേൻ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം നമുക്കെടുക്കാം. 28-ാം അധ്യായം അവസാനിക്കുന്നത്
അതിൻ്റെ 18 മുതലുള്ളതായ വാക്യം, യേശു അടുത്ത് ചെന്ന്, തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്ന്, തന്നോട് പറ്റി നിന്നവരുടെ അടുത്ത് ചെന്ന്, ഏറ്റവും ഒടുവിൽ പറയുന്ന വാക്കുകൾ. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളവും എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും. ഈ അന്തിമ വാക്കുകൾ ഗൗരവമായി എടുത്ത് ശിരസ വഹിച്ചുകൊണ്ട് ഭൂമിയുടെ എല്ലാ കോണുകളിലും അത് എത്തിക്കുവാൻ വേണ്ടി, ഭൂലോകത്തെ എല്ലായിടത്തും അത് എത്തിക്കുവാൻ വേണ്ടി പുറപ്പെട്ട സ്ത്രീ പുരുഷന്മാരുടെ കാര്യങ്ങളാണ് നാം അപ്പോസ്തല പുസ്തകത്തിൽ കാണുന്നത്. നമുക്ക് ചെന്ന് പാടാം. ഭൂവിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി. നമുക്ക് പാടാം. ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതളസീമയതോളം നല്ലേവൻ ഗേല്യോൻ കൈക്കൊള്ളുവോർക്കൊക്കെഴും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. കർത്താവിൻ്റെ ആ ശ്രേഷ്ഠ നിയോഗം ശിരസ വഹിച്ചുകൊണ്ട് കർത്താവ് അവരുടെ അടുത്ത് എന്ന് പറഞ്ഞു കൊടുത്തതായ കാര്യങ്ങൾ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞു കൊടുത്തതായ കാര്യങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് ഭൂമിയുടെ എല്ലാ ദിക്കുകളിലേക്കും സുവിശേഷവുമായി ഓടിപ്പോയ സ്ത്രീ പുരുഷന്മാർ, അവരുടെ ചരിത്രമാണ് അപ്പോസ്തല പുസ്തകം. അപ്പോസ്തല പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 7 അധ്യായങ്ങൾ സഭയുടെ ആരംഭമാണ്. യെരുശലേമാണ് സ്ഥലം. യെരുശലേമിലാണ് ആദ്യ സുവിശേഷം പരക്കുന്നത്. ആദ്യത്തെ 7 അധ്യായങ്ങൾ സഭയുടെ ആരംഭം. എങ്ങനെയാണ് സഭയുടെ ആരംഭം? ഉയർത്തെഴുന്നേറ്റ കർത്താവ്. അപ്പോസ്തല പുസ്തകം 1-ാം അധ്യായം വൈദ്യനായ ലൂക്കോസാണ്. ലൂക്കോസിന് സുവിശേഷം എഴുതിയ ഡോക്ടർ ലൂക്കോസാണ് അപ്പോസ്തല പുസ്തകം എഴുതുന്നത്. 1-ാം അധ്യായം 1-ാം വാക്യം നമുക്കൊന്നെടുക്കാം. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. മതി. 1-ാം വാക്യം, ഞാൻ എഴുതിയ ആദ്യത്തെ ചരിത്രം. ലൂക്കോസിന് സുവിശേഷമാണത്. ഞാൻ എഴുതിയ ആദ്യത്തെ ചരിത്രം. യേശുക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരോട് സംസാരിച്ചതുവരെയുള്ള ആ കാര്യങ്ങൾ ഞാൻ ആദ്യം എഴുതി, സുവിശേഷത്തിൽ എഴുതി. വീണ്ടും അവൻ കഷ്ടം അനുഭവിച്ച ശേഷം
40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് പല സന്ദർഭങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഏതാണ്ട് 11ഓളം പ്രാവശ്യം പലയിടങ്ങളിലായി പല സ്ഥലങ്ങളിലായി കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ശേഷം ഉള്ളതായ കാര്യങ്ങൾ അത് 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു ആ സുവിശേഷത്തിൽ പറഞ്ഞതായ കാര്യങ്ങൾ തുടർന്നു പോവുകയാണ്. അത് തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. പല സന്ദർഭങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ശേഷം ഏറ്റവും ഒടുവിലായി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന കാര്യത്തിലാണ് ആരംഭിക്കുന്നത്. അത് ഒലിവുമലയുടെ ചെരുവിലാണ്. ഒലിവുമലയുടെ ചെരുവിൽ നിന്ന് അവരോട് സംസാരിക്കുന്നതായ കാര്യങ്ങൾ കേട്ടു വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. നിങ്ങൾ ഓടി അങ്ങനെ സുവിശേഷം വിളിക്കൊന്നും പോകരുത്, പെട്ടെന്ന് ഓടി വേല ചെയ്യാനൊന്നും പോകരുത്. കർത്താവ് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ഓർക്കണം, ഈ സുവിശേഷ വേല എന്ന് പറയുമ്പോൾ അതിനെല്ലാം ചില ക്രമങ്ങളുണ്ട്, ചില വ്യവസ്ഥകളുണ്ട്, ചില പ്രമാണങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്. കാര്യം 3.5 വർഷം കൂടെ നടന്നവരാണ്. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയാൽ കർത്താവിനറിയാം 3.5 വർഷം കൂടെ നടന്നിട്ടും ഒരു വേലക്കാരി പെണ്ണ് വന്ന് ഒരല്പം വന്നപ്പോൾ ഇട്ടച്ചു പോയവനാണ്. ഞാനവനെ അറിയുന്നില്ല. ഏത് യേശു എനിക്കറിയാൻ പാടില്ലല്ലോ എന്ന് പ്രാകുവാനും ആണയിടാനും തുടങ്ങി. അവനാണ് പത്രോസ്. ഉയർത്തെഴുന്നേറ്റ് പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടെങ്കിലും ഇനി ഞാനിങ്ങനെ നിൽക്കണില്ല, ഞാൻ എൻ്റെ പഴയ പണിക്ക് പോവുക. പത്രോസ് പറയുക, അവർ കൂടിയിരിക്കുമ്പോൾ പറയുകയാണ്, ഇനിയിപ്പോൾ ഇത്ര നാളൊക്കെ കർത്താവിൻ്റെ കൂടെ നടന്നു, കാര്യം അത്ഭുതമൊക്കെ കണ്ടു, അടയാളങ്ങളൊക്കെ കണ്ടു, ശരിയാണ്. പക്ഷേ കർത്താവ് ക്രൂശിൽ മരണം വരിക്കുന്നത് കണ്ടതല്ലേ, ഉയർത്തെഴുന്നേറ്റു ശരിയൊക്കെയാണ്. പക്ഷേ ഞാനിനി ഒന്നിനുമില്ല, ഇനി ഈ വഴിക്ക് പറ്റില്ല, ഞാൻ എൻ്റെ പഴയ പണിക്ക് പോവുക, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. അപ്പോൾ കൂടെ ഇരുന്നവരും പറഞ്ഞു ഞങ്ങളും പോരുന്നു. യോഹന്നാൻ ഒടുവിലത്തെ അധ്യായം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. കൂടെ ഇരുന്നവർ പറഞ്ഞു ഞങ്ങളും പോരുന്നു പറഞ്ഞു. അങ്ങനെ അവർ പഴയ പണിയിലേക്ക് പോയി. ഉണ്ടല്ലോ ആളുകളുടെ പ്രവൃത്തി അങ്ങനെയാണ്. എന്തുകൊണ്ടാണ്? കർത്താവിനറിയാം ഈ രീതിയിൽ ഈ ജനം മുന്നോട്ട് പോയാൽ ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നല്ല കൂട്ടായ്മയായിരുന്നു, എല്ലാം നല്ലതാണ്. പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ ഞാനൊന്നിനുമില്ല, അത്രേ ഉള്ളൂ. ആത്മനിറവില്ലാത്ത അനുഭവം. എന്നാൽ നാം എന്താണ് കാണുന്നത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഓടി വേലയ്ക്ക് പോകല്ലേ. സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ നാം വളരെ കരുതലോടെ നിൽക്കണം. നിങ്ങൾ ഓടി വേലയ്ക്ക് പോകല്ലേ. നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. എത്ര നാളെന്നോ എത്ര കാലമെന്നൊന്നും പറയുന്നില്ല. എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അതുപോലെ ശിഷ്യന്മാരനുസരിച്ചു. ഏറ്റവും ഒടുവിലായി ഒലിവുമലയുടെ ചരിവിൽ കർത്താവ് അവരോട് തുറന്ന് സംസാരിക്കുകയാണ്. അവർ കർത്താവിനോട് സംസാരിക്കുന്നു, കർത്താവ് അവരോട് സംസാരിക്കുന്നു. കർത്താവ് പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും.
നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, 8-ാം വാക്യം, പ്രവൃത്തികൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ഈ ശക്തി ലഭിക്കാതെ സാക്ഷികളാകാൻ പോകരുത്. ഈ ശക്തി ലഭിക്കാതെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങരുത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, നിങ്ങൾ കാത്തിരുന്ന് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. എവിടെ? യെരുശലേമിൽ. കൃത്യമായി അതിൻ്റെ ഓർഡർ പറയുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും. യെരുശലേം എന്ന് പറയുന്നത് അവർ കൂടിയിരിക്കുന്ന സ്ഥലമാണ്. അവർ യെരുശലേമില്ല. മർക്കോസിനും ആളികമുറി യെരുശലേമിലാണ്. അവർ കൂടിയിരിക്കുന്ന സ്ഥലം യെരുശലേമിലും, ആദ്യം യെരുശലേമിൽ, പിന്നെ യഹൂദ്യയിൽ എല്ലായിടത്തും. തൊട്ടടുത്ത സ്ഥലമാണ് യഹൂദ്യ. യെരുശലേമിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് യഹൂദ്യ. പിന്നീട് അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ശമര്യ. പിന്നീട് ഭൂമിയുടെ അറ്റത്തോളം, ഭൂമിയിൽ എല്ലായിടവും എൻ്റെ സാക്ഷികളാകും. അപ്പോൾ ആദ്യം നമ്മൾ സാക്ഷികളാകേണ്ടത് ഭൂമിയുടെ അറ്റത്ത് പോയിട്ടല്ല, സ്വന്തം വീട്ടിലാണ്. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ, സ്വന്തം മക്കളുടെ മുമ്പിൽ, സ്വന്തം ഭർത്താവിന് മുമ്പിൽ ആദ്യം സാക്ഷികളാകണം. ആദ്യം യെരുശലേമിൽ. ചിന്തിക്കണം, നമുക്കതിന് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കതിന് കഴിഞ്ഞിട്ടുണ്ടോ? സ്വന്തം ഭവനത്തിൽ സാക്ഷികളാകണം. വീണ്ടും യഹൂദ്യയിൽ എല്ലായിടവും, നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ ദേശത്ത്, നമ്മുടെ ഇടവകയിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ. അതാണ് യഹൂദ്യയിൽ. യെരുശലേമിൽ, യഹൂദ്യയിൽ എല്ലായിടത്തും. ശമരിയിൽ ജാതികളാണ്, ശമരി ജാതികളാണ്, ശമരിക്കാർ. തൊട്ട് ജാതികളുടെ ഇടയിൽ പുറത്തുള്ളവർ, അവരുടെ ഇടയിൽ സാക്ഷികളാകണം. വീണ്ടും പിന്നെ അങ്ങ് അതിര് വിസ്തൃതമാവുകയാണ് ഭൂമിയുടെ. അത് നമ്മൾ അപ്പോസ്തലരുടെ പുസ്തകം വായിക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ കഴിയും. ആദ്യം സഭയുടെ വളർച്ച, അതിൻ്റെ ആദ്യത്തെ 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങളിൽ യെരുശലേമിലെ വളർച്ചയാണ്. വീണ്ടും 8 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ പഠിക്കുമ്പോൾ, അപ്പോസ്തലരുടെ 8 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങളിൽ യഹൂദ്യയിലും ശമര്യയിലും, യഹൂദ്യയിലും ശമര്യയിലുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ. വീണ്ടും 13-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ അപ്പോസ്തലനായ ശൗലിൻ്റെ മാനസാന്തരവും ശേഷം പൗലോസ്ലീഹായിലൂടെ ലോകത്തിൻ്റെ അറ്റത്തോളവും സുവിശേഷം പരക്കുകയാണ്. അപ്പോസ്തലരുടെ പുസ്തകം ക്രമമായിട്ട് പറഞ്ഞാൽ അവർ കർത്താവിൻ്റെ കൽപ്പന ശിരസ വഹിച്ച് ഒലിവുമല വിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ, സംസാരിച്ചു കൊണ്ട് നിൽക്കയിൽ തന്നെ കർത്താവ് ഉയർന്നു പൊങ്ങി. അവൻ്റെ ആ ആണിപ്പാടുള്ള കാലുകൾ ഒലിവുമലയുടെ ചരലിൽ, ആ ചരൽ മണ്ണിൽ ഒന്ന് ഇളകി, ആ പാദങ്ങളൊന്ന് ഇളകി, അത് ഉയർന്നു. പൊങ്ങി 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 അവിടെ നോക്കി നിൽക്കേ, വരമ്പരപ്പോട് നോക്കി നിൽക്കേ, പൊങ്ങി 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 ഉയരങ്ങളിലേക്ക് ഒരു മേഘം വന്ന് അവരുടെ കാഴ്ചയ്ക്ക് അവനെ മറയ്ക്കുന്നത് വരെ അവർ നോക്കിക്കൊണ്ടിരുന്നു. ഒരു ശബ്ദം, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തവനായ യേശു, അവൻ പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും. അവരൊരു മുര വിട്ട് 1 മൈൽ ദൂരം, ഒരു ശബത്ത് വഴി ദൂരം, 1 മൈലാണ്, ഒരു ശബത്ത് ദൂരം 1 മൈലാണ്. കാരണം ഒരു ശബത്തിൽ 1 മൈൽ നടന്നാൽ തെറ്റില്ല, അതിൽ കൂടുതൽ നടന്നാൽ ശബത്ത് ലംഘനമാണ്. അപ്പോൾ ഒലിവുമലയിൽ നിന്ന്
ഏതാണ്ട് 1 മൈൽ ദൂരമുള്ള യെരുശലേമിൽ സെഹിയോൻ മാളിക മുറിയിൽ അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഏതാണ്ട് 10 ദിവസം അവർ കാത്തിരിക്കുന്നു. പെന്തക്കോസ്താൾ വന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് പതിയുന്നു. അവർ ആത്മനിറവുള്ളവരായിത്തീരുന്നു. യെരുശലേമിൽ പരിശുദ്ധാത്മ നിറവ് ഓടിക്കൂടി അവരോട് വചനം പറയുന്നു. അവർ മാനസാന്തരപ്പെടുന്നു. അവരെ കൂട്ടായ്മ ആചരിക്കുന്നു. കൂട്ടായ്മ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ശുശ്രൂഷക്കാരായി 7 പേരെ ഡീക്കൻസ്, ശമാശന്മാർ 7 പേരെ തിരഞ്ഞെടുക്കുന്നു. അവരിൽ ഒരാളായിരുന്നു സ്തേഫാനോസ് രക്തസാക്ഷി മരണം വരിക്കുന്നു. 7-ാം അധ്യായം സ്തേഫാനോസിൻ്റെ പ്രസംഗവും രക്തസാക്ഷി മരണവുമൊക്കെയാണ് 8-ാം അധ്യായം. സ്തേഫാനോസിൻ്റെ മരണശേഷം വലിയ പീഡനമുണ്ടായി. സ്തേഫാനോസിൻ്റെ മരണശേഷം. സ്തേഫാനോസിൻ്റെ രക്തസാക്ഷി മരണത്തെ തുടർന്നുണ്ടായതായ പീഡനം വിശ്വാസികളെല്ലാവരും യെരുശലേം വിട്ടുപോകുവാൻ നിർബന്ധരായിത്തീർന്നു. അങ്ങനെ സഭയുടെ 2ാം ഘട്ട വളർച്ച യഹൂദിയ പ്രദേശങ്ങളിലും ശമര്യയിലുമെല്ലാം സുവിശേഷം വ്യാപരിക്കുന്നു. 8 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ അത് കാണുന്നു. ആദ്യമായി യഹൂദന്മാരല്ലാത്തവർ സുവിശേഷം കേട്ട് സുവിശേഷത്തോട് ശരിയായി പ്രതികരിക്കുന്നു, മാനസാന്തരപ്പെടുന്നു. ഏതാണ്ട് 13 വർഷമായിട്ടോ. യെരുശലേമിൽ 2 വർഷം. വീണ്ടും യഹൂദന്മാരല്ലാത്തവർ ശമര്യയിലും യഹൂദ്യയിലുമെല്ലാം സുവിശേഷം വ്യാപരിക്കുന്നു. ഈ കാലയളവിൽ സുവിശേഷം ശമര്യയിലെത്തുന്നതൊക്കെ ഫിലിപ്പോസാണ്. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോകുന്നു. ഇതാ ഒരു ഷണ്ണൻ്റെ ഉള്ളിൽ യെരുശലേമിൽ പെരുന്നാൾ കൂടാൻ പോയവനാ. യഹൂദ മതാനുസാരിയായിരുന്നു. എത്യോപ്യക്കാരൻ ഷണ്ണൻ. എത്യോപ്യൻ രാജ്ഞിയുടെ കണ്ണക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ സകല ഭണ്ഡാരങ്ങൾക്കും മേൽവിചാരകനായിരുന്ന ഷണ്ണൻ യഹൂദ മതാനുസാരിയായിരുന്നു. യെരുശലേമിൽ നമസ്കരിക്കാൻ വന്നവനാണ്. അവൻ പെരുന്നാൾ കൂടി മടങ്ങിപ്പോകുമ്പോൾ അവൻ ഒരു പുസ്തക ചുരുൾ വാങ്ങി. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമായിരുന്നു. അവൻ തേരിലിരുന്ന് യാത്ര ചെയ്തു പോകുമ്പോൾ അവൻ ഈ പുസ്തകം വായിച്ചു അതിൻ്റെ 53-ാം അധ്യായത്തിലേക്ക് വന്നു. അറുപ്പാനുള്ള ആടിനെ പോലെ എണ്ണി, രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആട്, അറുപ്പാനുള്ള ആട്. ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചുമെല്ലാം നിന്ദിതനായി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ രൂപമാക്കപ്പെട്ടവനായി. ഇതൊക്കെ ആരെക്കുറിച്ച് എഴുതുന്നത്? അവൻ്റെ ഉള്ളിൽ ചോദ്യമാണ്, ഇതെന്താ ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പ്രവാചകൻ ഇതാരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഇനി പ്രവാചകൻ തന്നെക്കുറിച്ച് തന്നെ എഴുതിയതാണോ, അതോ ഇനി ഇതുപോലെയുള്ള വേറെ ആരെങ്കിലും കുറിച്ച്? അറുപ്പാനുള്ള ആടിനെ പോലെ നിന്ന് കൊടുക്കുന്ന ഒരുവൻ, രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ പോലെ. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം അവൻ്റെ ഉള്ളത്തിൽ ഉടക്കിയപ്പോൾ, അവൻ്റെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറിയപ്പോൾ, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും തുജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവരെല്ലാം മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. എൻ്റെ രോഗങ്ങളെ വഹിക്കുന്ന ഒരുവനുണ്ടെന്നിവിടെ കാണുന്നു. എൻ്റെ രോഗങ്ങളെ ചുമക്കുന്ന ഒരുവനുണ്ടോ എന്ന് കാണുന്നു. ആരാണിവൻ? അവൻ്റെ ഉള്ളിൽ ആശയായി എനിക്കവനെ ഒന്ന് കാണണം, എനിക്കവനെ ഒന്ന് അറിയണം.
ഈ ആട്, ഈ കുഞ്ഞാട് ദൈവത്തിൻ്റെ കുഞ്ഞാടാരാണെന്ന് എനിക്കറിയണം. അങ്ങനെ ഉള്ളത്തിൽ ഒരു ദാഹം വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ ഉണർത്തി, നീ എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം. ഓടി. അക്ഷരം പ്രതി ആത്മാവ് നൽകിയ ആലോചനയ്ക്കൊത്തവണ്ണം അപ്പ അവൻ ഓടി. അവൻ ആ വഴിയിലേക്ക് എത്തുന്നപ്പോൾ ഒരു തേര് അതിവേഗം പാഞ്ഞു പോവുകയാണ്. ഒരു തേര് പാഞ്ഞു പോകുന്നു. ഓടി. അവൻ തേരിൻ്റെ ഒപ്പം ഓടി. ആ തേരിനോട് ചേർന്ന് ഓടി. അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുക. വിളിച്ചു ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഓർക്കണം, ആ തക്ക സമയത്ത് ആത്മാവ് അവിടെ എത്തിച്ചു. ഞാൻ നിർത്തുകയാണ്. ഞാൻ ഇന്ന് പുതിയ നിയമം ഒരു ക്ലാസ്സിൽ അവസാനിപ്പിക്കണമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷെ സാരമില്ല, ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ എടുത്തോളാം. ഇന്ന് നാം ആരെല്ലാം ഉണ്ട് ആത്മാവിനെ അനുസരിക്കുവാൻ, ആത്മനിറവുള്ളവരായി ആത്മാവിനെ അനുസരിക്കാൻ ആരെല്ലാം ഉണ്ട്? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചില ഭവനങ്ങളിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു അരിയിലേക്ക് കടന്നു ചെല്ലുവാൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ കരുണയുള്ള കർത്താവിന് മഹത്വം. അടച്ചിട്ടിരിക്കുന്ന ചില വീടുകളിലേക്ക് കടന്നു ചെല്ലുവാൻ, നിരാശപ്പെട്ട് കിടക്കുന്ന ചില അടഞ്ഞ ഹൃദയങ്ങളുടെ അരിയിലേക്ക് കടന്നു ചെല്ലുവാൻ, വാടിയിരിക്കുന്നവരുടെ അരിയിലേക്ക് കടന്നു ചെല്ലുവാൻ, എൻ്റെ രോഗങ്ങളെ എൻ്റെ ഭാരങ്ങളെ ഒന്ന് ചുമക്കാൻ ആരുണ്ട്? ഈ ഭാരങ്ങളൊന്ന് മാറ്റിത്തരാൻ ആരുണ്ട്? എൻ്റെ നിരാശ മാറ്റിത്തരാൻ ആരുണ്ട്? എൻ്റെ രോഗങ്ങളെ ഏറ്റെടുക്കാൻ ആരുണ്ട്? എനിക്ക് ആശ്വാസം തരാൻ ആരുണ്ട്? എനിക്ക് സമാധാനം എവിടെ നിന്ന് കിട്ടും? ചോദ്യങ്ങളുമായിരിക്കുന്നവരിലേക്ക് ആത്മാവ് നടത്തിക്കൊണ്ടുപോകുവാൻ നോക്കുമ്പോൾ റെഡി ആയിട്ടുള്ള ആരെല്ലാം ഉണ്ട്? ശാന്തമായ ജീവിതത്തിലേക്ക് നോക്കണം. ഞാനതിന് തയ്യാറാണോ? എൻ്റെ ജീവിതം അതിന് ഒരുക്കമുള്ളതാണോ? നാം ഈ നാളുകൾ ഒരുങ്ങിയിരിക്കണം. ഫിലിപ്പോസ് കയറിയിരുന്നു. അവനോട് ഈ വേദഭാഗത്തെ ആധാരമാക്കി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു. അവൻ ആ വചനം പറഞ്ഞു കൊടുക്കാൻ, ആ വചനത്തെ, ആ ഫിലിപ്പോസ് കാണിച്ചു കൊടുത്ത വേദഭാഗത്തെ ആധാരമാക്കി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു കൊടുത്തു. അവൻ മാനസാന്തരപ്പെട്ടു. ഞാൻ നിർത്തട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മനിറവുള്ളവരായി കർത്താവിൻ്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ഓടിയ സ്ത്രീ പുരുഷന്മാരുടെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തി ആമീൻ പറഞ്ഞ് അവസാനിച്ചു. എന്നാൽ ചരിത്രം തീർന്നിട്ടില്ല. ഇന്നും ആ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് ഓടുവാൻ കർത്താവ് ചിലരെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. തലകളെ വണക്കാം. കർത്താവേ, ഞാനുണ്ട്. കർത്താവേ, നിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാനുണ്ട്. കർത്താവേ, അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, അടിയങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ വേല ചെയ്യാൻ ഞങ്ങൾ ഉണർത്തണമേ. അവിടുന്ന് ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ മഹത്വത്തോടും എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.